നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഫ്ലൂയിഡ്സിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒഴുകുന്നതെല്ലാം ഫ്ലൂയിഡ്സ് ആണ്. അതിൽ ലിക്വിഡ്സും പെടും, ഗ്യാസസും പെടും. സംതിങ് ദാറ്റ് ക്യാൻ ഫ്ലോ ഈസ് കോൾഡ് എ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിനെ പറ്റിയുള്ള പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലായിടത്തും നമ്മൾ ചുറ്റും കാണുന്ന എല്ലായിടത്തും എയർ ആയാലും വാട്ടർ ആയാലും കംപ്ലീറ്റ് ഫ്ലൂയിഡ് ആണ്. നമ്മുടെ ശരീരം തന്നെയും മോസ്റ്റ്ലി വാട്ടറാണ്. പിന്നെ എല്ലാത്തിലും പ്ലാന്റ്സിലും ഒക്കെ ഫ്ലൂയിഡ്സ് ഇല്ലെങ്കിലുള്ള ഒരു ജീവിതം തന്നെ അസാധ്യമാണ്. എന്താണ് സോളിഡ്സും ഫ്ലൂയിഡ്സും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, സോളിഡിന് കൃത്യമായ ഷേപ്പ് ഉണ്ട്, ഫ്ലൂയിഡിനില്ല. ഇനി സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, സോളിഡ്സിന് പിന്നെ ഫ്ലൂയിഡ്സിൽ തന്നെ ലിക്വിഡ്സിന് കൃത്യമായ വോളിയം ഉണ്ട് അല്ലെ. നമ്മളൊരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്താൽ 1/2 ഗ്ലാസ്സേ ഉള്ളൂ വെള്ളം, അത്രയേ ഉള്ളൂ വെള്ളം, അതാണ് വെള്ളത്തിന്റെ വോളിയം. പക്ഷെ നമ്മളൊരു ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നിറച്ചു ആ ഗ്യാസ് അങ്ങോട്ട് നിറയും. അപ്പോൾ ഗ്യാസിന് എന്തില്ല, വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ കണ്ടെയ്നർ ആണ്. പക്ഷെ സോളിഡ്സിനും ലിക്വിഡ്സിനും ഡെഫിനറ്റ് വോളിയം ഉണ്ട്. ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണ്. എന്താണ് ഇൻകംപ്രസിബിൾ? ലാർജ്ലി ഇൻകംപ്രസിബിൾ, കുറച്ചൊക്കെ കംപ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇൻകംപ്രസിബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പിസ്റ്റൺ ഒക്കെ വെച്ച് ഗ്യാസസ് നമ്മളൊരു പിസ്റ്റൺ വെച്ച് അമർത്തുകയാണ്, അപ്പോൾ അതിന്റെ പ്രഷറും ഡെൻസിറ്റിയിലും ഒക്കെ മാറ്റം വരും. പക്ഷെ ലിക്വിഡ് നമുക്ക് അങ്ങനെ അമർത്താൻ കഴിയില്ല, അതാണ് ഇൻകംപ്രസിബിൾ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. എല്ലാ പ്രഷറിലും ഒരു പ്രഷറിൽ ഒരു ഡെൻസിറ്റിയാണ് ഉണ്ടാവുക. പക്ഷെ നേരെ മറിച്ച് ഗ്യാസസിന് പ്രഷർ മാറുന്നതിനനുസരിച്ച് ഡെൻസിറ്റിയിൽ വലിയ വ്യത്യാസം വരും. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു പാത്രത്തിൽ നമ്മൾ ഗ്യാസ് എടുക്കുന്നു, ഒരു പിസ്റ്റൺ എടുത്ത് അതിനെ അമർത്തിയാൽ നമുക്ക് അതിന്റെ വോളിയം കുറച്ച് കുറച്ച് കൊണ്ടുവരാം. അപ്പൊ പ്രഷർ കൂടി കൂടി വരും, അപ്പൊ ഡെൻസിറ്റിയിലും മാറ്റം ഉണ്ടാകും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷിയർ സ്ട്രെസ്സിനെ പറ്റി പഠിച്ചിരുന്നു. വോളിയം സ്ട്രെസ് കഴിഞ്ഞ് ഷിയർ സ്ട്രെസ്, ബൾക്ക് മോഡുലസ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ടാൻജൻഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ഒരു കാർഡ്ബോർഡ് ബോക്സ് അതിന്റെ മുകളിൽ മാത്രം ഫോഴ്സ് കൊടുത്താൽ അതിന് താഴെയുള്ള ഷേപ്പിന് മാറ്റമൊന്നും വരാതെ അതിങ്ങനെ ചെരിയും. അതായത് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അത് സോളിഡിന് പ്രകടമായി നമുക്ക് കാണാം. അപ്പൊ സോളിഡിന്റെ വോളിയത്തിൽ മാറ്റമൊന്നും വരില്ല, എന്നാൽ സോളിഡ് ഷിയർ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. ഷിയർ സ്ട്രെസ്സിനനുസരിച്ച് നീങ്ങുകയും ചെയ്യും. നേരെ മറിച്ച് ഫ്ലൂയിഡ്സിന് ഷിയർ സ്ട്രെസ് താങ്ങാൻ വളരെ കുറച്ച് ചെറിയ കഴിവേ ഉള്ളൂ. കണ്ടോ, വെരി ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ഷിയർ സ്ട്രെസ്. അധികം താങ്ങാൻ കഴിയില്ല. അപ്പോഴേക്കും അതെന്ത് ചെയ്യും, ഒഴുകാൻ തുടങ്ങും. ദർ ഷേപ്പ് ചേഞ്ചസ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് വെരി സ്മോൾ ഷിയർ സ്ട്രെസ്. അതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെസ് ഓഫ് ഫ്ലൂയിഡ്സ് ഈസ് മില്യൺ ടൈംസ് സ്മോളർ ദാൻ ഷിയർ സ്ട്രെസ് ഓഫ് സോളിഡ്സ്. ഇനി ഫ്ലൂയിഡ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ, നോർമൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുക. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. P is equal to F/A. യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ പാസ്കൽ. അതാണ് പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഇതിലാണ് ഈ യൂണിറ്റ് അറിയപ്പെടുന്നത്, പാസ്കൽ, PA. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സും ഏരിയയും വെക്റ്റർ ആണെങ്കിലും പ്രഷർ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പ്രഷർ P is equal to F/A. അനദർ കോമൺ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന യൂണിറ്റിലും പ്രഷർ നമ്മൾ അളക്കാറുണ്ട്. ഇതാണ് നമ്മൾ സാധാരണ കാണാറ്. 1 അറ്റ്മോസ്ഫിയറിന്റെ അറ്റ്മോ എന്നുള്ളതിന്റെ ATM ആണ്. 1 ATM is equal to 1.01 into 10⁵ പാസ്കൽ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് വാല്യൂ ആണ്, ഓർത്തു വെക്കണം. 1 ATM is equal to 1.01 into 10⁵ പാസ്കൽ. പിന്നെ പ്രഷർ പോലെ തന്നെ നമ്മൾ ഫ്ലൂയിഡ് പറയുമ്പോൾ പറയേണ്ട അനദർ ടേം ആണ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റിയുടെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ബൈ വോളിയം. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡയമെൻഷൻ എന്താണ്? M(L⁻⁻3). അതും ഒരു പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഒരിക്കലും ഡെൻസിറ്റി എന്താവാൻ പറ്റില്ല? നെഗറ്റീവ് ആവാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലാർജ്ലി ഇൻകംപ്രസിബിൾ ആണ് ലിക്വിഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും ലിക്വിഡിന്റെ, ഗ്യാസസിന്റെ അല്ല, ലിക്വിഡിന്റെ. പക്ഷെ ഗ്യാസസ് വൈഡ് വെറൈറ്റി ഡെൻസിറ്റി ഉണ്ടാവും. പ്രഷർ മാറുന്നതിനനുസരിച്ച് ഗ്യാസസിന്റെ ഡെൻസിറ്റിയും മാറും. ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്. വാട്ടർ ഹാസ് എ ഡെൻസിറ്റി ഓഫ് 10⁻3 ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുണ്ട് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 4°C. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. കുറച്ചുകൂടി കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ
എന്താണ് ഈ 4 ഡിഗ്രി സെൽഷ്യസിന്റെ പ്രത്യേകത, എന്താണ് വാട്ടറിന്റെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യും. സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 10⁻³ ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ, അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. എത്ര ടെമ്പറേച്ചറിൽ? 4 ഡിഗ്രി സെൽഷ്യസിൽ ട്ടോ. അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റിയാണ്, വേറെ ഏതിനെയോ വെച്ച് കമ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി പറഞ്ഞാൽ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കാം. അപ്പൊ ഇതിന് എന്തുണ്ടാവില്ല? മുകളിലും താഴെയും ഡെൻസിറ്റി ആണല്ലോ, യൂണിറ്റ് ഉണ്ടാവില്ല, ഡയമെൻഷനും ഉണ്ടാവില്ല. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ് എന്ന് വിചാരിക്കുക. ആണ് 13.6 ആണ് എന്ന് നമുക്കറിയാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കണ്ടുപിടിക്കാം. നോക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ് എങ്കിൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയായിരിക്കും? റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതായത് 13.6 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് എന്ത്? ഡെൻസിറ്റി ഓഫ് മെർക്കുറി. 2 തൈ ബോൺസ്, തുടയെല്ലുകളാണ്, ഫീമർ എന്നാണ് അതിനെ വിളിക്കുക ബയോളജിക്കലി. Each of cross-sectional area 10 cm², support the upper part of a human body of mass 40 kg. Estimate the average pressure sustained by the femurs. നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ തുടയെല്ലുകൾ എത്ര പ്രഷർ, നമ്മുടെ ബോഡിയുടെ ഭാരം കൊണ്ട് എത്ര പ്രഷറാണ് ഇവർ താങ്ങുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? ഈച്ച് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പൊ 2 തുടയെല്ലുകൾ ഉണ്ട്, അതുകൊണ്ട് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? 2 × 10⁻10 cm² ആണ്. അപ്പൊ ഈ സെന്റിമീറ്ററിന് മീറ്റർ ആക്കുക പറഞ്ഞാൽ ഇൻറ്റു 10⁻⁻² ആണ്. സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ 2 എണ്ണം വേണം, അപ്പൊ 10⁻⁻4. സോ 20 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഇനി ഫോഴ്സ് ആക്ടിങ് ഓൺ ദം, ഒരു മാസ് അപ്പർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡിയുടെ മാസ് 40 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ആക്കണം, ഇത് m ആണ്. അപ്പോ എത്രയോ g 10 ആക്കി എടുത്താൽ 400 ന്യൂട്ടൺ എന്നായിട്ട് കിട്ടുക ഫോഴ്സ്. ഈ ഫോഴ്സ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്, താഴെ നിന്നാണല്ലോ ഭൂമിയെ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടയെല്ലുകൾക്ക് നോർമൽ ആയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ എന്ന്, അപ്പൊ നമുക്ക് ആ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആവറേജ് പ്രഷർ എന്ന് ചോദിച്ചത്. സോ പി ആവറേജ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സും അറിയാം 400 ന്യൂട്ടൺ ആണ്, ഏരിയയും അറിയാം 20 × 10⁻⁴ ആണ്. ഡിവൈഡ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2 × 10⁵ പാസ്കൽ. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ചിത്രം നോക്കിക്കോളൂ. ഒരു പാത്രത്തിന്റെ ഉള്ളിലേക്ക് ഒരു സിലിണ്ടറിക്കൽ കോളം ഓഫ് ലിക്വിഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ സിലിണ്ടറിക്കൽ കോളം ഓഫ് ലിക്വിഡ്. ഇത്ര മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിറയെ വെള്ളമുള്ള പാത്രമാണ്, നമ്മൾ ഈ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു സിലിണ്ടർ അതിനുള്ളിൽ ഇറക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ആ സിലിണ്ടറിന്റെ ഹൈറ്റ് h ആണ് എന്ന് വിചാരിക്കും. ഇതാ h. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തുള്ള 1 എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ ഭാഗത്ത് 2 എന്ന് എഴുതിയിട്ടുണ്ട്. മുകൾ ഭാഗത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് P1A ആണെന്ന് വിചാരിക്കും. A എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ അതേ A തന്നെയാണ് താഴെ ഉണ്ടാവുക. താഴെയുള്ള പ്രഷർ എന്ന് പറയുന്നത് P2A ആണ്. മുകളിലുള്ള പ്രഷർ P1 ആണെന്ന് വിചാരിക്കും, താഴെയുള്ള പ്രഷർ P2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. അപ്പൊ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടെ പറയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ മുകളിലുള്ള ഫോഴ്സും താഴെയുള്ള ഫോഴ്സും നോക്കാം, നമുക്ക് കമ്പയർ ചെയ്യാം. എന്താണ് താഴെയുള്ള ഫോഴ്സ്? ഈ ചിത്രം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്കറിയാം താഴെയുള്ള ഫോഴ്സ് മുകളിലുള്ള ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. അപ്പോ P2A താഴെയുള്ള ഫോഴ്സ്, അതുകൊണ്ടാണ് ഈ P2A എന്നെടുത്തത് കേട്ടോ. പ്രഷർ അല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോഴ്സിനെ പറ്റിയാണ്. ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് ഫേസ് ഈസ് ഈക്വൽ ടു P1A ഫോഴ്സ് ഓൺ ദി ഫസ്റ്റ് ഫേസ് പ്ലസ് mg. ഇത്രയും കൂടി ഉണ്ടാവും അല്ലെ. ഈ മുകൾ ഭാഗത്ത് എന്തില്ല, ഈ ഹൈറ്റേ ഉള്ളൂ. താഴേക്ക് എത്തുമ്പോൾ ഈ ഇത്ര h എന്നുള്ള ഹൈറ്റും കൂടി. അപ്പോൾ ഇവിടെയുള്ള ഹൈറ്റിനെ നമ്മൾ തൽക്കാലം ഇതേ ഹൈറ്റ് തന്നെ ഇവിടേക്കും ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത് കോമൺ ആയിട്ടുള്ള ഹൈറ്റ് ആയതുകൊണ്ട്. പക്ഷെ രണ്ടാമത്തെ ഫേസിന് മാത്രമായിട്ടുള്ള ഹൈറ്റ് ആണ് എന്ത്? h. അപ്പോൾ P2A is equal to P1A plus mg. So P2 minus P1 into A is equal to mg. P2 minus P1 into A is equal to, ഇനി m നെ ഒന്ന് മാറ്റുക. എന്താണ് മാസ്? ഡെൻസിറ്റി is equal to mass by volume.
സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻ ടു വോളിയം. ഇവിടെ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, എച്ച് എന്ന് പറയുന്നത് ആ സിലിണ്ടറിക്കൽ കോളത്തിന്റെ ഹൈറ്റ് ആണ്. സോ എ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിക്കൽ കോളത്തിന്റെ, ആ വെള്ളത്തിന്റെ ആ ഹൈറ്റ് ഉള്ള സിലിണ്ടറിക്കൽ കോളത്തിന്റെ വോളിയമാണ് എ എച്ച്. അതിന് വാട്ടറിന്റെ ഡെൻസിറ്റി റോ. അപ്പോൾ ഈ എ എച്ച് റോ ആണ് എന്ത്? മാസ്. മാസ് നമ്മൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. കണ്ടോ? റോ ഇൻറ്റു എ എച്ച്. പിന്നെ ആ ജി എഴുതി. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്തു. P2 - P1 ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് കിട്ടും. ഇഫ് റീജിയൻ 1 ഇനി P2 - P1 ഈസ് ഈക്വൽ ടു എച്ച് റോ ജി മുഴുവനായും വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിട്ടുള്ള ഒരു 2 പോയിന്റ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ പാത്രം അല്ലെങ്കിൽ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിക്വിഡ് കോളം മുകളിലാണെന്ന് വിചാരിക്കും. അതായത് ഫസ്റ്റ് ഫേസ് എയറിലാണെന്ന് വിചാരിക്കും, സെക്കൻഡ് ഫേസ് വാട്ടറിലാണെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഫേസ് എയറിലാണെങ്കിൽ P1 എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫേസിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. നമ്മൾ അതിനെ PA എന്നാണ് എഴുതുക. കണ്ടോ? അപ്പോ ഈ ഇക്വേഷൻ എന്താവും? P2 - P1 ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്നുള്ളത് P2 - PA ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്നാകും. ഇനി ഇവിടെ 1ഉം 2ഉം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ P2നെ P എന്ന് എഴുതുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ P2 - P1 എന്നുള്ളത് എന്താവും? P - PA ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്നാകും. ഈ P - PA എന്ന് പറയുന്നതിനെ ഗേജ് പ്രഷർ എന്നാണ് പറയുക. ഗേജ് എന്ന് പറയുന്നത് പ്രഷർ മെഷർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഗേജ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. റെയിൻ ഗേജ് എന്താണ്? എത്രമാത്രം മഴ പെയ്തു, മഴ മാപിനി, മഴ പെയ്തു, അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് റെയിൻ ഗേജ്. അപ്പോൾ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് പ്രഷർ ഗേജ്. പ്രഷർ ഗേജ് ഇതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, ഒരു പോയിന്റ് എയറിന്റെ പ്രഷറിലും ഒരു പോയിന്റ് താഴെ ലിക്വിഡിന്റെ പ്രഷറിലും. അപ്പൊ P - PA ഈസ് ഈക്വൽ ടു ഗേജ് പ്രഷർ. അതിനെയാണ് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. P - PA ആണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് വിളിക്കുക. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഒരു ഇമ്പോർട്ടന്റ് വാക്കാണ്. എന്താണ് ഹൈഡ്രോ? നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 3 വ്യത്യസ്ത ഷേപ്പിലുള്ള പാത്രങ്ങൾ എടുക്കുന്നു. 3ഉം താഴെ കണക്റ്റഡ് ആണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. സിയിലാണ് വെള്ളം ഒഴിക്കുന്നതെന്ന് വിചാരിക്കാം. വാട്ടർ ലെവല് 3ലും ഒരേപോലെയാണ് പൊന്തുക. അതായത് ഏരിയ കൂടുതലുണ്ടായാലും കുറവുണ്ടായാലും ഒക്കെ നമ്മളിപ്പോൾ സിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം ഇങ്ങനെ ഒഴുകി ആദ്യ താഴേന്ന് ഇങ്ങനെ പൊന്തി വരും. ഒരേപോലെ പൊന്തും. ഈ R എന്നുള്ള ഈ സ്ഥലത്തും Q എന്നുള്ള സ്ഥലത്തും P എന്നുള്ള സ്ഥലത്തും ഒരേപോലെയാണ് എന്ത് ചെയ്യുക? വെള്ളം ഒരേ ലെവലിലാണ്. കണ്ടോ? ഫൈനലി ദ വാട്ടർ ലെവൽ റിമെയിൻസ് ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ലിക്വിഡ് പ്രഷർ അപ്പോ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇനി പ്രഷറോ? നമ്മൾ പ്രഷറിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലോ ഈ പോയിന്റിൽ ഇതാ P എന്നുള്ള പോയിന്റിൽ, Q എന്നുള്ള പോയിന്റിലും R എന്നുള്ള പോയിന്റും 3ഉം ഒരേ ലെവലിലാണ്. ആ 3 പോയിന്റിലും സെയിം പ്രഷറാണ് ഉണ്ടാവുക. കാരണം നോക്കൂ, ആറിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് സെയിം ആണ്, ക്യൂവിൽ നിന്ന് എയിലേക്കുള്ള ഹൈറ്റും പിയിൽ നിന്ന് സിയിലേക്കുള്ള ഹൈറ്റും സെയിം ആണ്. അപ്പോൾ ഒരേ ലെവലിൽ, ഒരേ ഡെപ്തിൽ, ഒരേ പ്രഷറാണ് ഉണ്ടാവുക. ലിക്വിഡ് പ്രഷർ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് സെയിം ഹൊറിസോണ്ടൽ ലെവൽ. ഇതിനെയാണ് നമ്മൾ, ഈ എക്സാമ്പിളിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് വിളിക്കുക. ഈ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് എ ലേക്ക്? ഒരാള് 10 മീറ്റർ താഴെ, ഒരു നദിയുടെ 10 മീറ്റർ താഴെ നീന്തുകയാണ്. അപ്പൊ എന്താണ് അയാൾ അനുഭവിക്കുന്ന പ്രഷർ എന്നാണ് ചോദ്യം. നമുക്കറിയാം P - PA ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. അപ്പൊ P ഈസ് ഈക്വൽ ടു PA പ്ലസ് എച്ച് റോ ജി. എയറുടെ പ്രഷർ എന്ന് പറയുന്നത് 1.01 × 10⁵ ആണ്. പ്ലസ് എച്ച്, അയാൾ എത്ര താഴെയുള്ളത്? 10 മീറ്റർ താഴെയുള്ളത്. റോ വാട്ടറിന്റെ ഡെൻസിറ്റി ആണ് 10⁵. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഗെയിൻ 10. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.01 × 10⁵ പാസ്കൽ എന്ന് കിട്ടും. അല്ലെങ്കിൽ 2 atmos എന്നുള്ള ATM എന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് എ 100% ഇൻക്രീസ് ആണ് in pressure from surface level at a depth of 1 kilometer. സർഫസ് ലെവലിൽ 1 atmos ആണ് പ്രഷർ അല്ലെ? നമുക്ക് 1.01, നമ്മൾ എയറിന്റെ പ്രഷർ സാധാരണ എടുക്കുന്നത് എത്രയാണ്? 1.01 × 10⁵ ആണ്. വെറും 10 മീറ്റർ താഴെ അയാൾ വെള്ളത്തിന്റെ ഉള്ളിൽ നീന്തുമ്പോൾ തന്നെ അയാൾ അനുഭവിക്കുന്നത് ഇരട്ടി പ്രഷറാണ്. അപ്പൊ 1 കിലോമീറ്റർ താഴെ ഉള്ള ആള് അനുഭവിക്കുന്ന പ്രഷർ എത്രയായിരിക്കും? 100 atmosphere ആയിരിക്കും. അവിടെ പ്രഷർ അത്രയും കൂടുതലായിരിക്കും. നമ്മൾ വെള്ളത്തിന്റെ താഴേക്ക് പോകുമ്പോൾ പ്രഷർ അത്രയും ഇരട്ടിയായിട്ട് വരും. അറ്റ് എ ഡെപ്ത് ഓഫ് 1 കിലോമീറ്റർ. അപ്പൊ ഇവിടെ
10 മീറ്റർ എന്നുള്ളതിന് പകരം 1 കിലോമീറ്റർ 1 × 10⁻³ എന്ന് കൊടുത്താൽ ഈ ഉത്തരം 100 atmos എന്നാണ് കിട്ടുക. അപ്പോ അതുകൊണ്ട് ആണ് ഈ താഴെ മുങ്ങൽ വിദഗ്ധരൊക്കെ എന്ത് ചെയ്യണം, അവര് പ്രത്യേക ഒരു ഡ്രസ്സ് ഇടും. ആ ഡ്രസ്സ് ഈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളതാണ്. ഇല്ലെങ്കിൽ വെള്ളം അങ്ങോട്ട് തിങ്ങിയിട്ട് അവരുടെ ശരീരം നുറുങ്ങിപ്പോകുന്ന വേദന ഉണ്ടാവും. അപ്പൊ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവര് പ്രത്യേക സ്യൂട്ട്, സ്വിമ്മിങ് സ്യൂട്ട് ഇടുന്നത്. അതുപോലെ സബ്മറൈൻസ്, മുങ്ങിക്കപ്പലുകളൊക്കെ ഇത്രയും വലിയ പ്രഷറിനെ മറികടക്കാൻ മാത്രമുള്ള കട്ടിയിലാണ് നിർമ്മിക്കുക. അത്തരം ലോഹക്കൂട്ടുകൾ കൊണ്ടാണ് സബ്മറൈൻസ് നിർമ്മിക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ. പ്രഷർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ അറ്റ് എനി പോയിന്റ്. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാല്? ആ മുകളിലുള്ള എയറിന്റെ വെയിറ്റ് കണ്ടോ, ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി കോളം ഓഫ് എയർ ഓഫ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എക്സ്റ്റെൻഡിങ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ ടോപ്പ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പോ നമ്മൾ എർത്ത് സർഫസിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ആ എർത്ത് സർഫസിന്റെ മുകളിലുള്ള 8 കിലോമീറ്റേഴ്സ്, ഓൾമോസ്റ്റ് 8 കിലോമീറ്റേഴ്സ് ആണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ. അത്രയും എയറിന്റെ ഭാരം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രഷർ എന്ന് വിളിക്കുക. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മുകളിലുള്ള എയറിന്റെ ഭാരവും ഒപ്പം ഈ വെള്ളത്തിന്റെ ഭാരവും കൂടി എന്തുണ്ടാവും? നമ്മുടെ മുകളിൽ ഉണ്ടാവും അല്ലെ? അപ്പൊ പ്രഷർ കൂടും. ഇനി മുകളിലേക്ക് ഉയരുമ്പോഴോ നമ്മളൊരു കുന്ന് കയറിയ പ്രഷർ കുറയും. കാരണം എന്താ വെച്ചാൽ അത്രയും കുറഞ്ഞല്ലോ, എയർ കോളത്തിന്റെ ഭാരം അത്രയും കുറയും. അപ്പൊ പ്രഷർ കുറയും. ഒരു കുന്ന് കയറിയ കുന്നിന്റെ മുകളിൽ പ്രഷർ കുറവായിരിക്കും. സീ സർഫസിൽ പ്രഷർ കുറച്ചുകൂടി ഉണ്ടാവും. വാട്ടറിന്റെ താഴെ, വെള്ളത്തിന് താഴെയാണെങ്കിൽ വളരെ വലിയ പ്രഷർ ഉണ്ടാകും. അറ്റ് സീ ലെവൽ പ്രഷർ എത്രയാണ്? 1.0013 × 10⁵ അറ്റ്മോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് വിളിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.